മൈസൂർ ഇൻഫോസിസ് ക്യാമ്പസിൽ ഇറങ്ങിയ പുലിയെ കണ്ടെത്താനായില്ല. ജീവനക്കാർക്ക് ഇന്നും വർക്ക് ഫ്രം ഹോം നൽകി. ഇന്നലെ രാവിലെയാണ് ക്യാമ്പസിൽ പുലി എത്തിയത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെയ്യുന്നു. റഹീസ്, പുലി ക്യാമ്പസിനകത്തുണ്ട് എന്നാണോ സംശയം? അശ്മി, നിലവിൽ അത് തന്നെയാണ് സംശയം. കാരണം ചൊവ്വാഴ്ച പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ പുലി കയറിയതായി നിരീക്ഷണ ക്യാമറയിലൂടെ കണ്ടെത്തിയത്. 350 ഏക്കറുള്ള ക്യാമ്പസാണ്. ഇവിടെ 4000-ലധികം ട്രെയിനികളും അവർ പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ നിരീക്ഷണ ക്യാമറകളൊക്കെ എപ്പോഴും നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട്. അവരുടെ ശ്രദ്ധയിലാണ് ഒരു വെളുപ്പിന് 3 മണിയോടുകൂടി ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ പുലി കയറിയതായി കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ജീവനക്കാരെ പുലിയാണ് കയറിയതെന്ന് അറിയിച്ചിരുന്നില്ല. പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കും എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതിനുശേഷം ഇന്നലെ രാവിലെയോടുകൂടിയാണ് പുലി തന്നെയാണ് ക്യാമ്പസിനുള്ളിൽ കയറിയിട്ടുള്ളത് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. ഇത്ര വലിയൊരു ക്യാമ്പസാണ്. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ വന്യജീവികളൊക്കെ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു 350 ഏക്കറിനുള്ളിൽ എവിടെയെങ്കിലും പുലി ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും 40 അംഗ സംഘം ഇപ്പോൾ ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പുലിയെ കണ്ടെത്തി അതിനെ കുടുക്കിയതിനു ശേഷം മാത്രമേ ഇനി ഈ സാധാരണ നിലയിൽ ഈ ക്യാമ്പസ് പ്രവർത്തിക്കുള്ളൂ എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പറ്റുമോ? എന്തായാലും പുലി ക്യാമ്പസിലുണ്ടോ എന്ന ധാരണയിൽ എങ്ങനെയാണ് അവിടെ സമാധാനം ജോലി ചെയ്യാൻ പറ്റുക? അപ്പോൾ പുലി ക്യാമ്പസിലുണ്ടോ എന്ന് അരിച്ചു പുറക്കാണ്. അതിന് ഒരു തീരുമാനമായിട്ടേ ജീവനക്കാർ എന്തായാലും ഓഫീസിലേക്ക് എത്തുകയുള്ളൂ. അതല്ലാതെ വരാൻ പറഞ്ഞാൽ ജീവനക്കാർ വരത്തുമില്ല. അത് വേറെ കാര്യം.